നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. റെയിൽ ലൈൻ അടച്ചു. ലിമറിക്കിൽ നിന്നും എന്നീസിലേക്കുള്ള റെയിൽ ലൈൻ അടച്ചു. നോക്നാമാനയിൽ റെയിൽവേ ബ്രിഡ്ജിൽ കാർ ഇടിച്ചതിനെ തുടർന്നാണ് ലൈൻ അടച്ചത്. വൻ ഡിമാൻഡ്. അയർലൻഡിൽ ഡിസംബറിൽ കൂടുതലായി വിറ്റുപോയത് ടെസ്ലയുടെ കാറുകൾ. ടെസ്ലയുടെ 175 കാറുകളാണ് കഴിഞ്ഞ മാസം വിറ്റുപോയത്. തടഞ്ഞ് ജീവനക്കാർ. ജയിൽ മോചിതനായതിനു പിന്നാലെ ഇനോക് ബർഗ് വിൽസൺ സ്കൂളിലെത്തി. സ്കൂൾ അധികൃതർ ഗ്രൗണ്ടിന് പുറത്ത് അദ്ദേഹത്തെ തടഞ്ഞു. കർഷകന് വിലക്ക്. കൗണ്ടി കോർക്കിൽ കർഷകനെ മൃഗങ്ങളെ കൈവശം വയ്ക്കുന്നതിൽ നിന്നും വിലക്കി. സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ. കൊക്കൈൻ ഉപയോഗത്തിനും വിതരണത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ. ആരെങ്കിലും ഡീപ് ഫേക്കിന് ഇരയായിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന നിർദ്ദേശവുമായി ഗാർഡ. നവംബറിൽ ഐറിഷ് മോർട്ട്ഗേജ് നിരക്കുകൾ വീണ്ടും കുറഞ്ഞു. പുതിയ ഷോറൂമുമായി ടെസ്ല. നോർത്ത് ഡബ്ലിനിൽ പുതിയ ഷോറൂമുമായി ടെസ്ല. ജംഗ്ഷൻ 5L M15 സമീപമായിട്ടാണ് ടെസ്ല പുതിയ സ്ഥാപനം ആരംഭിക്കുന്നത്. പൈപ്പ് ബോംബുകൾ കണ്ടെത്തി. കൗണ്ടി ആൻഡ്രമിൽ പൈപ്പ് ബോംബുകൾ കണ്ടെത്തി. ന്യൂ ടൗൺ ബേയിലെ അപ്പർ ഹൈടൗൺ റോഡിലായിരുന്നു സംഭവം. അന്വേഷണം ആരംഭിച്ച് പോലീസ്. കൊളറൈനിലെ 43കാരന്റെ കൊലപാതകത്തിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. പശ്ചിമേഷ്യയിലേക്ക് US വിമാനവാഹിനി കപ്പൽ. ഇറാനിൽ പ്രക്ഷോഭം കനക്കുന്നതിനിടെ US വിമാനവാഹിനി കപ്പൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നു. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്നവരെ തൂക്കിലേറ്റാൻ പദ്ധതിയില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും സർക്കാരിനും കനത്ത തിരിച്ചടി. ED ഉദ്യോഗസ്ഥർക്കെതിരായ ബംഗാൾ സർക്കാരിന്റെ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ബീഹാറിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. ആകെയുണ്ടായിരുന്ന 6 MLA-മാരും കോൺഗ്രസ് വിട്ട് NDAയുടെ ഭാഗമാകുമെന്ന അഭ്യൂഹം. CPM വിട്ട് കോൺഗ്രസിലെത്തിയ ഐഷ പോറ്റിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഐഷ പോറ്റി വർഗവഞ്ചകയെന്നും MV ഗോവിന്ദൻ. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡിൽ വിട്ടു. സഞ്ജു നയിക്കും. 79ാമത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. G സഞ്ജുവാണ് നായകൻ. ബ്ലാസ്റ്റേഴ്സിന് താൽപര്യം. ISL സീസണിൽ താരങ്ങളുടെ ഹോം മത്സരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള താൽപര്യവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. അയർലൻഡിൽ തണുപ്പ്. അയർലൻഡിൽ തണുപ്പ് തുടരും. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമെന്നാണ് മെറ്റയറാൻ പ്രവചിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.